ഒരു മനുഷ്യൻ്റെ കൂടെ നമ്മളൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ കുറേ നല്ല കാര്യങ്ങളും അവരിൽ നിന്ന് എക്സ്പീരിയൻസ് ആവും, കുറച്ചൊക്കെ നെഗറ്റീവ്സും ഉണ്ട്. അതെല്ലാം കൊണ്ടും തികഞ്ഞൊരു മനുഷ്യരില്ലല്ലോ. അപ്പോൾ അതും കൂടെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു റിലേഷൻ ആവുള്ളൂ. അയാളുടെ മോശം കയ്യിലിരിപ്പുകളും കൂടെ നമ്മൾക്ക് അതും കൂടെ ചേർന്നതാണ് ആ മനുഷ്യൻ എന്ന് അംഗീകരിച്ചാലേ നമുക്കങ്ങനെ ആരെങ്കിലും ഉണ്ടാവുള്ളൂ തളരുമ്പോൾ താങ്ങി നിർത്താൻ. പിന്നെ നിങ്ങൾ എത്രത്തോളം അവർ തളരുമ്പോൾ താങ്ങി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ തളരുമ്പോഴുള്ള താങ്ങി നിർത്തൽ. നിങ്ങൾ അവർ തളർന്ന സമയത്ത് ഒരു കുത്തും കൂടെ കൊടുത്ത മനുഷ്യനാണെങ്കിൽ തിരിച്ചിങ്ങോട്ടും കുത്ത് കിട്ടും. ഇതെല്ലാവരും മൈൻഡിൽ ഓരോ ഐഡിയ ഉണ്ടായാൽ മതി. പിന്നെ ഒരു കാര്യം ഉണ്ടായി, എന്നേക്കുമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാവണമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇന്ന് സപ്പോർട്ട് ചെയ്ത ആളായിരിക്കും നാളെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ട്രോമ തരിക. അങ്ങനെയൊക്കെയാണ് ജീവിതം. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം, അത്രേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ ഒരു സുഹൃത്താവാം, പിന്നൊരു കാലത്ത് നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആവാം, പിന്നൊരു കാലത്ത് കരിയറിൽ നമ്മളുടെ ഒപ്പമുള്ളൊരു കൊളീഗാവാം. ആരെങ്കിലും ഒരാളുണ്ടായാൽ മതി. ഏതോ ഒരാളുടെ മേലെ എല്ലാ ഉത്തരവാദിത്വം കൊണ്ട് കെട്ടിവെക്കാനൊന്നും നമുക്ക് പറ്റില്ല. ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും പോകും നമ്മളെ മനസ്സിലാക്കുന്നവർ. ഇതല്ലേ പറ്റുള്ളൂ.